കോർപ്പറേഷൻ മേയറുടെ നിരന്തരമായ സുരേഷ് ഗോപി പ്രശംസയിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി സിപിഐ. മേയർ എം കെ വർഗീസ് സ്ഥാനമൊഴിയണമെന്ന് സിപിഐ ജില്ലാ സെക്രട്ടറി കെ വത്സരാജ്. മേയർക്ക് പ്രതിരോധം തീർത്ത് സിപിഎം ജില്ലാ സെക്രട്ടറി എം വർഗീസ്. പോലീസിന് ഗുണ്ടാ നേതാവിന്റെ ഭീഷണി. സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസും തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനും ബോംബ് വെച്ച് തകർക്കുമെന്നാണ് ഫോണിൽ ഭീഷണി സന്ദേശം വന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഗുണ്ടാ നേതാവ് തീക്കാറ്റ് സാജനെതിരെ പോലീസ് കേസെടുത്തു. പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. തൃശൂർ ശക്തൻ ബസ് സ്റ്റാൻഡ് ഇരുട്ടിൽ. നടപടി സ്വീകരിക്കാതെ അധികൃതർ. സ്റ്റാൻഡ് ബഹിഷ്കരണം അടക്കമുള്ള സമരപരിപാടികൾക്കൊരുങ്ങി ബസ് ഉടമകളും തൊഴിലാളികളും. കുന്നുകുളം പഴുനാനിയിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ ഡ്രൈവർക്ക് ക്രൂരമർദ്ദനം. ഡ്രൈവർ ലിബീഷിനാണ് മർദ്ദനത്തിൽ പരിക്കേറ്റത്. ബൈക്കിലെത്തിയ സംഘമാണ് ബസ് തടഞ്ഞു നിർത്തി ഡ്രൈവറെ മർദ്ദിച്ചത്. കൊരട്ടി ചിറങ്ങരയിൽ വീട് കുത്തി തുറന്ന് കവർച്ച. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 35 പവന്റെ സ്വർണ്ണാഭരണങ്ങളും 8000 രൂപയും കവർന്നു. കൊടുങ്ങല്ലൂർ കോതപറമ്പിൽ അടച്ചിട്ട് വീട് കുത്തി തുറന്ന് മോഷണം. കരുവന്നൂർ കള്ളപ്പണക്കേസിൽ രേഖകൾ ക്രൈംബ്രാഞ്ചിന് നൽകാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നിർദ്ദേശം നൽകി ഹൈക്കോടതി. ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടരുന്നതിനിടെയാണ് രേഖകൾ ഇഡി കസ്റ്റഡിയിലെടുത്തത്. ദേശീയപാത മണ്ണുത്തി മുടിക്കോട് ഗതാഗതക്കുരുക്ക് പതിവാകുന്നു. സർവീസ് റോഡിലെ കുഴി അടയ്ക്കാത്തതാണ് ഗതാഗതക്കുരുക്കിനിടയാക്കുന്നത്. നമസ്കാരം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. തൃശൂർ കോർപ്പറേഷൻ മേയർ എം കെ വർഗീസ് സ്ഥാനമൊഴിയണമെന്ന് സിപിഐ ജില്ലാ സെക്രട്ടറി കെ വത്സരാജ്. മേയറുടെ നിരന്തരമായ സുരേഷ് ഗോപി പുകഴ്ത്തലിൽ കടുത്ത അതൃപ്തിയുമായി സിപിഐ രംഗത്ത്. മേയർ സുരേഷ് ഗോപി പരസ്പര പുകഴ്ത്തൽ ഇടതുമുന്നണിയിൽ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് പരസ്യ പ്രതികരണവുമായി സിപിഐ രംഗത്ത് വന്നത്. ഇടതുപക്ഷം പിന്തുണയ്ക്കുന്ന മേയറിൽ നിന്നും ഇത്തരമൊരു സമീപനം ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. തെരഞ്ഞെടുപ്പിലെ മുഖ്യ പരാജയ കാരണം ഇതല്ലെങ്കിലും കാരണങ്ങളിൽ ഒന്നിതാണ്. മേയർക്ക് സുരേഷ് ഗോപിയോട് മനസ്സിൽ ആരാധനയാണെന്ന് പറഞ്ഞ സിപിഐ ജില്ലാ സെക്രട്ടറി കെ വത്സരാജ് LDFിലെ മുൻധാരണ പ്രകാരം തൽസ്ഥാനത്ത് നിന്ന് മേയർ ഒഴിയണമെന്നും ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്നെ സുരേഷ് ഗോപിയെ ഏറ്റവും സ്വീകാര്യനായ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ മേയർ ഒരു അഭിപ്രായ പ്രകടനം നടത്തുന്ന സന്ദർഭം ഉണ്ടായി. വീണ്ടും തുടർച്ചയായിട്ട് അത്തരം സന്ദർഭങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്ഥിതി ഇപ്പോൾ വരുന്നുണ്ട്. മനസ്സിൽ സുരേഷ് ഗോപിയോടുള്ള വലിയ ആരാധനയും അതിലൂടെ BJP രാഷ്ട്രീയത്തെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു നടപടിയും ഇടതുപക്ഷം പിന്തുണയ്ക്കുന്ന ഒരു മേയർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. അക്കാര്യത്തിൽ CPIക്ക് കടുത്ത പ്രതിഷേധവും എതിർപ്പുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ജയപരാജയങ്ങൾ വിലയിരുത്തുന്നതിൽ മേയറുടെ ഈ വിഷയം ഒരു പ്രധാന ഘടകമായിട്ട് ഞങ്ങൾ വിലയിരുത്തിയിട്ടില്ല. ഒരുപാട് കാര്യങ്ങളിൽ ഒന്ന് അതുമാണ് എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. അദ്ദേഹം ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നത് ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയം അംഗീകരിച്ച് അതിൻ്റെ പിന്തുണ സ്വീകരിക്കുന്ന ഒരു മേയറാണെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ പറയുന്നൊരു മേയർ ചെയ്യേണ്ടത് അദ്ദേഹം പദവി ഒഴിഞ്ഞ് ഇടതുപക്ഷത്തിൻ്റെ പുതിയ മേയർക്ക് പിന്തുണ നൽകുന്ന സമീപനം സ്വീകരിക്കുകയാണെന്നാണ്. അതേസമയം MPയും കേന്ദ്രമന്ത്രി എന്ന നിലയിലും സുരേഷ് ഗോപി മണ്ഡലത്തിൽ കൊണ്ടുവരുന്ന വികസനങ്ങളെ എതിർക്കുന്നില്ലെന്നും വത്സരാജ് കൂട്ടിച്ചേർത്തു. CPIയെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രമന്ത്രി എന്ന രീതിയിൽ സുരേഷ് ഗോപി ഈ പ്രദേശത്ത് പ്രത്യേകിച്ച് കോർപ്പറേഷനിലൊക്കെ കൊണ്ടുവരുന്ന എന്തെങ്കിലും പ്രവർത്തനങ്ങളുണ്ടെങ്കിൽ അതിനെ സ്വീകരിക്കുകയും അതിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് വിരോധമുള്ള കാര്യമല്ല. രാഷ്ട്രീയമായിട്ടാണ് ഞങ്ങൾ അത്തരം കാര്യങ്ങൾ കാണുന്നത്. CPM വിഷയത്തിൽ ഇടപെടുന്നില്ലെന്ന ആരോപണം തള്ളിയ വത്സരാജ് ഇടതുമുന്നണിയിൽ CPMഉം CPIയും തമ്മിൽ ഭിന്നതയില്ലെന്നും വ്യക്തമാക്കി. ഇടതുപക്ഷ മുന്നണിക്കകത്ത് CPM തമ്മിലൊരു ഭിന്നതയൊന്നും ഉണ്ടാവേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്ന കാര്യമേ ഉള്ളൂ. എന്നാൽ സ്ഥാനമൊഴിയണമെന്ന CPIയുടെ ആവശ്യത്തിന് മേയറോട് മാധ്യമങ്ങൾ മറുപടി തേടിയെങ്കിലും പ്രതികരിക്കാതെ അദ്ദേഹം ഒഴിഞ്ഞുമാറി. സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ച MK വർഗീസിന്റെ പിന്തുണയിലാണ് ഭൂരിപക്ഷമില്ലാത്ത LDF കോർപ്പറേഷൻ ഭരണം നിലനിർത്തി പോകുന്നത്. മുന്നണി വിരുദ്ധ നിലപാടുകളുമായി മുന്നോട്ടു പോകുന്ന മേയറെ ചൂണ്ടിക്കാട്ടി CPM BJP ധാരണ ആരോപണം ആവർത്തിക്കുകയാണ് കോൺഗ്രസ് പ്രതിപക്ഷം. TCV തൃശൂർ. മേയർ എം കെ വർഗീസ് സ്ഥാനം ഒഴിയണമെന്നുള്ളത് CPIയുടെ അഭിപ്രായമാണെന്ന് CPM ജില്ലാ സെക്രട്ടറി M വർഗീസ് പറഞ്ഞു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിഷയം മുന്നണിയെന്ന നിലയിൽ LDFിൽ ചർച്ച ചെയ്യും. മേയർ സുരേഷ് ഗോപിയെ പുകഴ്ത്തിയത് രാഷ്ട്രീയപരമായി അല്ലെന്ന് മേയർ തന്നെ വ്യക്തമാക്കിയിരുന്നുവെന്നും M വർഗീസ് പറഞ്ഞു. അവരുടെ അഭിപ്രായം പറഞ്ഞില്ലോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല. നിങ്ങൾ പറയണോ, അത് അവരുടെ ഒരു അഭിപ്രായമായിട്ട് നിൽക്കട്ടെ. സുരേഷ് ഗോപി അങ്ങനെ വ്യക്തിപരമായിട്ട് അയാളൊരു BJP-കാരനല്ലേ, നമുക്ക് അങ്ങനെയല്ലേ കാണുന്നത്. ഞങ്ങളങ്ങനെ കാണുന്നു. മേയർക്ക് അങ്ങനെ കണ്ടുകൊള്ളുന്ന വെച്ചാൽ മേയർ അതിനപ്പുറമായിട്ട് മേയർ പറഞ്ഞത് ഞാൻ ഇടതുപക്ഷക്കാരനാണെന്നല്ലേ പറഞ്ഞു. അതിനപ്പുറത്ത് അവർ തമ്മിൽ വ്യക്തിപരമായിട്ടുള്ള കോൺടാക്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്ക്
CPI ജില്ലാ സെക്രട്ടറി കെ വത്സരാജ് മേയർ MK വർഗീസിനോട് രാജിവെക്കാൻ പരസ്യമായി ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ CPIയുടെ പിന്തുണ മേയർക്ക് നഷ്ടപ്പെട്ടതായി കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ. ഭൂരിപക്ഷം നഷ്ടപ്പെട്ട മേയർ ഉടൻ രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. മേയറെ തൊഴുത് മനമെടുത്ത് സഹികെട്ട് മുന്നോട്ടു പോയിരുന്ന CPI കൌൺസിലർമാർക്കും CPI ജില്ലാ നേതൃത്വത്തിനും വൈകിയാണെങ്കിലും വിവേകം വെച്ചുവെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. എന്നാൽ CPIയുടെ തീരുമാനത്തിന് പുല്ലുവില പോലും CPM ജില്ലാ നേതൃത്വം നൽകുന്നില്ലെന്നും LDFിലെ മുഴുവൻ ഘടകകക്ഷികളും എതിർത്താലും CPM BJP ഭാണ്ഡവം മേയറെ ചേർത്ത് പിടിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. പോലീസിന് ഗുണ്ടാ നേതാവിന്റെ ഭീഷണി. സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസും തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനും ബോംബ് വെച്ച് തകർക്കുമെന്നാണ് ഫോണിൽ ഭീഷണി സന്ദേശം വന്നത്. ഗുണ്ടാ നേതാവിനെതിരെ പോലീസ് കേസെടുത്തു. തൃശൂർ വെസ്റ്റ് സ്റ്റേഷനിലേക്കാണ് തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനും കമ്മീഷണർ ഓഫീസും ബോംബ് വെച്ച് തകർക്കുമെന്ന് ഫോണിൽ ഭീഷണി സന്ദേശം വന്നത്. തിങ്കളാഴ്ച പുലർച്ചെയായിരുന്നു ഫോൺ വിളി വന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഗുണ്ടാ നേതാവ് തീക്കാറ്റ് സാജനെതിരെ വെസ്റ്റ് പോലീസ് കേസെടുത്തു. ഗുണ്ടാ നേതാവിന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പോലീസ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം തേക്കിൻകാട് മൈതാനിൽ കാപ്പയുൾപ്പെടെ നിരവധി ക്രിമിനൽ കേസിൽപ്പെട്ട തീക്കാറ്റ് സാജൻ ആവേശം സിനിമാ മോഡലിൽ പിറന്നാൾ ആഘോഷം നടത്താനുള്ള ശ്രമം സിറ്റി പോലീസ് നടത്തിയ ചടുല നീക്കത്തിൽ പൊളിച്ചിരുന്നു. ഇതിന്റെ വൈരാഗ്യത്തിലാണ് തൃശൂർ വെസ്റ്റ് സ്റ്റേഷനിലേക്ക് ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത്. 30-അംഗ സംഘമാണ് പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുക്കാൻ എത്തിയത്. ഗുണ്ടാ നേതാവ് എത്തും മുമ്പ് സംഭവം അറിഞ്ഞെത്തിയ പോലീസ് 30-അംഗ സംഘത്തെ വളഞ്ഞു പിടികൂടി. പാർട്ടിയിൽ പങ്കെടുക്കാനെത്തിയവരിൽ 17ഓളം പേർ പ്രായപൂർത്തിയാകാത്തവരാണെന്ന് കണ്ടെത്തിയതോടെ മാതാപിതാക്കളെ വിളിച്ചു വരുത്തിയ ശേഷമാണ് വിട്ടയച്ചത്. മറ്റുള്ളവർക്കെതിരെ സംഘം ചേർന്ന് ഒത്തുകൂടിയതിനെ കേസെടുത്ത ശേഷം വിട്ടയക്കുകയും ചെയ്തു. അതേസമയം ഗുണ്ടകൾക്കെതിരെ വീണ്ടും നടപടി ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് സിറ്റി പോലീസ്. കഴിഞ്ഞ മെയ് മാസത്തിൽ കൊട്ടേക്കാട് പാടത്ത് ഗുണ്ടാ സംഘം ഒത്തുകൂടി പാർട്ടി നടത്തിയത് പോലീസിന് വലിയ തലവേദന സൃഷ്ടിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് TCV. ഗുണ്ടാ നേതാവ് തീക്കാറ്റ് സാജനെതിരെ തിരച്ചിൽ ഊർജിതമാക്കി പോലീസ്. പോലീസ് സ്റ്റേഷൻ ബോംബ് വെച്ച് തകർക്കുമെന്ന് ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തിയ കേസിൽ കോടതിയിൽ നിന്ന് സെർച്ച് വാറണ്ട് വാങ്ങിയ ശേഷമാണ് പ്രതിക്കായി തിരച്ചിൽ നടത്തുന്നത്. പ്രതിയുടെയും സുഹൃത്തുക്കളുടെയും വീട്ടിൽ പോലീസ് തിരച്ചിൽ നടത്തി. വിവിധ സംഘങ്ങളായി തിരിഞ്ഞായിരുന്നു തിരച്ചിൽ. കൊലപാതക ശ്രമം ഉൾപ്പെടെ 14ഓളം കേസുകൾ പ്രതിക്കെതിരെയുണ്ടെന്ന് പോലീസ് പറഞ്ഞു. കാപ്പ നിയമം ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ച യുവാവ് അറസ്റ്റിലായി. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയും കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളുമായ കൊടുങ്ങല്ലൂർ നാരായണമംഗലം പാറക്കൽ വീട്ടിൽ അഖിൽ ബോണ്ട എന്ന് വിളിക്കുന്ന അഖിലിനെയാണ് കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ M ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. തൃശൂർ DIGയുടെ ഉത്തരവിനെ തുടർന്ന് 6 മാസക്കാലത്തേക്ക് ഇയാളെ ജില്ലയിൽ പ്രവേശിക്കുന്നത് വിലക്കിയിരുന്നു. ഉത്തരവ് ലംഘിച്ച് അഖിൽ രഹസ്യമായി നാരായണമംഗലത്തുള്ള വീട്ടിൽ വരുന്നതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വീട്ടിൽ നിന്നും ഇയാളെ അറസ്റ്റ് ചെയ്തത്. പ്രതിയെ റിമാൻഡ് ചെയ്തു. SI കശ്യപൻ, CPOമാരായ ഫൈസൽ, സുബീഷ് എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. തൃശൂർ ശക്തൻ ബസ് സ്റ്റാൻഡിൽ വെളിച്ചമില്ലാതെയായിട്ട് നാളേറെ. നടപടി സ്വീകരിക്കാതെ അധികൃതർ. സ്റ്റാൻഡ് ബഹിഷ്കരണം അടക്കമുള്ള സമരപരിപാടികൾക്കൊരുങ്ങി ബസ്സുടമകളും തൊഴിലാളികളും. അറിയാനോ ദിശാബോർഡുകൾ മനസ്സിലാക്കാനോ എന്തിന് സ്റ്റാൻഡിലെ കുഴികൾ പോലും കാണാൻ കഴിയില്ല. അത്ര ഗതികേടിലാണ് സംസ്ഥാനത്തെ തന്നെ ഏറ്റവും വലിയ ബസ് സ്റ്റാൻഡുകളിലൊന്നായ തൃശൂർ ശക്തൻ നഗർ ബസ് സ്റ്റാൻഡ്. ടോർച്ചോ ബദൽ വെളിച്ച സംവിധാനങ്ങളോ ഇല്ലാതെ രാത്രികാലങ്ങളിൽ ബസ് സ്റ്റാൻഡിലേക്ക് കടക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. വരുന്നവർക്ക് ഇത് എവിടേക്ക് പോണ ബസ്സാണ് ചോദിക്കണ്ടേ? ചോദിച്ചാലാണ് വേറെ വഴിയില്ലല്ലോ. വെളിച്ചമില്ലാത്ത ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. ഞങ്ങൾക്ക് മാത്രമല്ല, വരുന്ന യാത്രക്കാർക്ക് സകല ആൾക്കാർക്ക് നടന്നു വരണം. വഴി കണ്ടാലല്ലേ ബസ്സിൻ്റെ അടുത്തേക്ക് വരാൻ പറ്റുള്ളൂ. കാണുന്നില്ല. ഇരുട്ടിന്റെ മറവിൽ സാമൂഹ്യ വിരുദ്ധ ശല്യവും രൂക്ഷമാണ്. സ്റ്റാൻഡ് പരിസരം കേന്ദ്രീകരിച്ച് ഭിക്ഷാടകർ തമ്പടിക്കുന്നതും യാത്രക്കാർക്കും ബസ് ജീവനക്കാർക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണ്. ശക്തൻ സ്റ്റാൻഡ് ഫുള്ള് ഇരുട്ടിലാണ്. സന്ധ്യ കഴിഞ്ഞ് ഇരുട്ടാ. ശക്തന്റെ ഉള്ളിൽ തോന്നിവാസ. അപ്പുറത്തേക്ക് പോയാൽ അതിന് വൃത്തികേടാ സ്റ്റാൻഡില്. യാത്രക്കാരും ഇതേമാതിരിയുള്ള ചെറിയ പെൺകുട്ടികൾക്ക് ഉപദ്രവം തന്നെയാണ്. വളരെ ഉപദ്രവം തന്നെയാണ്. ബുദ്ധിമുട്ടാണ് ലൈറ്റ് ഇല്ലാത്തത്. കുറച്ച് നാളായിട്ട് ലൈറ്റ് ഇല്ല. ഇത് അധികൃതരോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് മുൻപ് ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതുവരെയും നടപടിയൊന്നും എടുത്തിട്ടില്ല. ഇപ്പം ഇരുട്ടായതുകൊണ്ട് നമുക്ക് വെളിച്ചത്ത് നീങ്ങി നിൽക്കാനേ പറ്റുള്ളൂ. ഇരുട്ടത്ത് ഇപ്പം എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അങ്ങോട്ട് ഇരുട്ടത്ത് പോയിരിക്കാറില്ല. അപ്പോൾ പലതരത്തിലുള്ള ആൾക്കാർ യാത്ര ചെയ്യുന്ന സ്ഥലമാണ്. അതുകൊണ്ട് പരമാവധി വെളിച്ചത്ത് നിൽക്കാറാണ് പതിവ്. വെളിച്ചമില്ലായ്മയ്ക്ക് പുറമെ കംഫർട്ട് സ്റ്റേഷൻ രാത്രികാലങ്ങളിൽ പ്രവർത്തിക്കാത്തതും പ്രതിസന്ധിയായി തുടരുകയാണ്. സ്റ്റാൻഡിന്റെ അവസ്ഥ ചൂണ്ടിക്കാട്ടി നിരവധി തവണ കോർപ്പറേഷൻ അധികാരികൾക്കും ജില്ലാ ഭരണകൂടത്തിനും നിവേദനം നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല. ഈ സാഹചര്യത്തിൽ സ്റ്റാൻഡ് ബഹിഷ്കരണം അടക്കമുള്ള സമരപരിപാടികൾക്ക് തയ്യാറെടുക്കുകയാണ്
ബസ് സംഘടനകൾ. കഴിഞ്ഞ 2-3 മാസങ്ങളായിട്ട് സ്ഥിരമായിട്ട് വൈകുന്നേരങ്ങളിൽ ലൈറ്റ് ഇല്ലാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ റോഡിൽ കുഴികൾ ഉള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും കുഴികളിൽ യാത്രക്കാർ വീഴുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ബസ് സ്റ്റാൻഡ് ഫീസ് ഉൾപ്പെടെ ബഹിഷ്കരിച്ചുകൊണ്ടുള്ള സമരപരിപാടികളിലേക്കാണ് ബസ് ഉടമകൾ എന്ന നിലയിൽ ഞങ്ങൾ തയ്യാറെടുക്കുന്നത്. ലേണിംഗ് സിറ്റി പദവിയുടെ കേമത്തം പറഞ്ഞ് നഗരത്തിൽ സ്മാർട്ട് ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളും ശക്തനിൽ ശീതീകരിച്ച ആകാശപാതയുമെല്ലാം നടപ്പിലാക്കുമ്പോഴാണ് ദിവസേന ആയിരങ്ങൾ വന്നു പോകുന്ന ശക്തൻ സ്റ്റാൻഡിന് ഈ ഗതി എന്നത് ഏറെ ഗൗരവകരമാണ്. ശക്തൻ ബസ് സ്റ്റാൻഡിലെ വെളിച്ചമില്ലായ്മയടക്കമുള്ള ദുരവസ്ഥ നേരത്തെയും TCV റിപ്പോർട്ട് ചെയ്തിരുന്നു. തൃശൂർ ശക്തൻ സ്റ്റാൻഡിലെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഓ സോറി, കാണണമെങ്കിൽ ലൈറ്റ് വേണമല്ലേ? ഒരു മിനിറ്റ്. ഇതാണ് ഇപ്പോൾ ഈ ബസ് സ്റ്റാൻഡിലെ അവസ്ഥ. കണ്ടുമുട്ടുമ്പോൾ പരസ്പരം കൂട്ടിമുട്ടാതിരിക്കണമെങ്കിൽ ഇതുപോലെ മൊബൈൽ ഫോണിൻ്റെ ടോർച്ചോ അല്ലെങ്കിൽ ലൈറ്റ് ഉപകരണങ്ങളോ കയ്യിൽ കരുതേണ്ട അവസ്ഥയാണ്. ഇനിയെങ്കിലും ഇതിൽ യാത്രക്കാർക്കും ബസ് ജീവനക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ ലൈറ്റ് സംവിധാനങ്ങൾ ഒരുക്കണമെന്നാണ് അധികൃതരോട് ഇവർ ഒരുപോലെ ആവശ്യപ്പെടുന്നത്. ശക്തൻ ബസ് സ്റ്റാൻഡിൽ നിന്നും ക്യാമറാമാൻ സിബി പോട്ടൂരിനൊപ്പം അഭിജിത്ത് തലച്ചിറ, TCV. കുന്നംകുളം പഴുനാനയിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ ഡ്രൈവർക്ക് ക്രൂരമർദ്ദനം. കുന്നംകുളം പഴുനാന റൂട്ടിൽ സർവീസ് നടത്തുന്ന ഫിദ മോൾ ബസ്സിലെ ഡ്രൈവർ ലിബീഷിനാണ് മർദ്ദനമേറ്റത്. കുന്നംകുളം ഭാഗത്തു നിന്ന് പോവുകയായിരുന്ന ബസ് റോഡിന് കുറുകെ ബൈക്ക് നിർത്തിയതിനു ശേഷം തടഞ്ഞു നിർത്തി ബസ്സിനുള്ളിലേക്ക് അതിക്രമിച്ചു കയറിയ യുവാവ് ഡ്രൈവറെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. മർദ്ദനത്തിൽ പരിക്കേറ്റ ബസ് ഡ്രൈവർ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. കുന്നംകുളം പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് അക്രമികൾക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. കൊരട്ടിച്ചിറങ്ങരയിൽ വീട് കുത്തി തുറന്ന് 35 പവന്റെ സ്വർണ്ണാഭരണങ്ങളും 8000 രൂപയും കവർന്നു. ചിറങ്ങര ജാതി റോഡിലെ ചെമ്പകശ്ശേരി പ്രകാശന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. വീടിന്റെ പിൻഭാഗത്തെ ജനൽ കമ്പികൾ പൊളിച്ചാണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത്. അലമാരയിൽ ചുറ്റുപാത്രത്തിലിട്ട് സഞ്ചിയിലാക്കി വെച്ചിരുന്ന ആഭരണങ്ങളാണ് മോഷണം പോയത്. ജനൽ കമ്പി പൊളിക്കാൻ ഉപയോഗിച്ച ഇരുമ്പിന്റെ പിക്കാക്സ് വീടിന് സമീപം കണ്ടെത്തിയിട്ടുണ്ട്. സമീപത്തെ വീട് നിർമ്മാണം നടക്കുന്നിടത്തു നിന്നും എടുത്തതാണ് ആയുധം. പുലർച്ചെ 2:30-യോടെ ഉണർന്ന പ്രകാശന്റെ ഭാര്യ സുനിതയാണ് പിൻഭാഗത്ത് മുറിയിൽ ലൈറ്റ് കണ്ട് വാതിൽ തുറന്നു നോക്കിയത്. കൊരട്ടി പോലീസ് അന്വേഷണം ആരംഭിച്ചു. റിട്ടയേർഡ് റെയിൽവേ ഉദ്യോഗസ്ഥനാണ് പ്രകാശൻ. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഞാൻ ഒന്ന് ബാത്റൂമിൽ പോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങോട്ട് കടന്ന വശം അപ്പോൾ ആ ഡോറ് ഞാൻ എന്തോ ഇന്നലെ ലൈറ്റ് ഓഫാക്കിയില്ലെന്ന് വെച്ചിട്ട് തുറന്നതാണ്. തുറന്നപ്പോഴാണ് കാണുന്നത് തുണികളെല്ലാം വറച്ചു വാരിട്ടേക്കണ, ഗ്രില്ല് കമ്പിയൊന്നും കാണാനില്ല, കോടാലി അവിടെ ഇരിക്കുന്നത് കാണുന്നത്. ഒന്നാമത്തെ ചെവിയിൽ പഞ്ഞിയൊക്കെ വെച്ച് ഇതൊക്കെ സ്കാഫ് കെട്ടിയിട്ടൊക്കെ കിടക്കണത്. അത് കാരണം ഒരു ശബ്ദവും ഞങ്ങൾ അറിഞ്ഞില്ല. ആൾ മരുന്ന് കഴിച്ചിട്ട് കിടക്കാം. അപ്പോൾ ആ ഗുളിയൊക്കെ കൊടുത്ത് കഞ്ഞി പിടിച്ച് കിടന്നതാണ്. കൊടുങ്ങല്ലൂർ കോതപറമ്പിൽ അടച്ചിട്ട വീട് കുത്തി തുറന്ന മോഷണം. വീടിന്റെ അടുക്കളവാതിൽ കുത്തി തുറന്ന മോഷ്ടാവ് അലമാരകളിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണക്കമ്മൽ, 1000-ഓളം രൂപ, വെള്ളി നാണയം തുടങ്ങിയവ കവർന്നു. മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ചെറായി പടിഞ്ഞാറേക്കര CB ജയലക്ഷ്മിയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. വീട്ടുകാർ സ്ഥലത്തില്ലാത്ത സമയത്തായിരുന്നു കവർച്ച. തിങ്കളാഴ്ച രാവിലെ വീട്ടുകാർ തിരിച്ചെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. മതിലകം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇരിങ്ങാലക്കുട കൽപ്പറമ്പ് പള്ളിയിൽ ഭണ്ഡാരം കുത്തിത്തുറന്ന് മോഷണം നടത്തുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ കഴിഞ്ഞ ദിവസം മോഷണം നടന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. പള്ളിയുടെ വാതിലിന്റെ പൂട്ട് തകർത്ത് അകത്ത് കടന്ന മോഷ്ടാവ് ഭണ്ഡാരം കുത്തിത്തുറന്ന് പണം അപഹരിക്കുകയായിരുന്നു. സംഭവത്തിൽ കാട്ടൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കരുവന്നൂർ കള്ളപ്പണ കേസിലെ രേഖകൾ ക്രൈംബ്രാഞ്ചിന് നൽകാൻ ഹൈക്കോടതി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നിർദ്ദേശം നൽകി. ക്രൈംബ്രാഞ്ച് ചീഫ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർക്ക് രേഖകൾ കൈമാറുവാനാണ് നിർദ്ദേശം. 2 മാസത്തിനുള്ളിൽ രേഖകളിന്മേലുള്ള പരിശോധനകൾ പൂർത്തിയാക്കണമെന്ന് ക്രൈംബ്രാഞ്ചിന് കോടതി നിർദ്ദേശം നൽകി. രേഖകൾ ആവശ്യപ്പെട്ട് സർക്കാർ കോടതിയെ സമീപിച്ചിരുന്നു. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് രേഖകൾ നിർണായകമാണെന്നായിരുന്നു സർക്കാർ വാദം. ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടരുന്നതിനിടെയാണ് ED രേഖകൾ കസ്റ്റഡിയിലെടുത്തത്. സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ ഹൈറിച്ച് കമ്പനിയുടെ സംഭാവന സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച കേരളീയത്തിൽ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്ന് കോൺഗ്രസ് നേതാവ് അനിൽ അക്കര. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ മറവിൽ മണി ചെയിൻ മാതൃകയിൽ നിക്ഷേപകരുടെ 3141 കോടി രൂപ തട്ടിയെടുത്ത കേസ് തുടരുകയാണ്. സംഭവത്തിൽ ഹൈറിച്ച് MDയെ ED കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. തട്ടിയെടുത്ത തുകയിൽ വലിയൊരു ഭാഗം ഹവാലയായി വിദേശത്തേക്ക് കടത്തിയതായി പറയുന്നു.
ദേശീയപാത മണ്ണുത്തി മുടിക്കോട് ഗതാഗതക്കുരുക്ക് പതിവാകുന്നു. സർവീസ് റോഡിൽ രൂപപ്പെട്ട കുഴി അടയ്ക്കാത്തതാണ് ഗതാഗതക്കുരുക്കിനിടയാക്കുന്നത്. മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിലെ മുടിക്കോട് സെന്ററിൽ ഒരാഴ്ചയിലേറെയായി ഗതാഗതക്കുരുക്ക് നിത്യസംഭവമാണ്. തിങ്കളാഴ്ച രാവിലെ അനുഭവപ്പെട്ട ഗതാഗതക്കുരുക്കിൽ പാലക്കാട് ഭാഗത്തുനിന്നും അത്യാസന്നരോഹിയുമായി വന്ന ആംബുലൻസ് അടക്കം അകപ്പെട്ടു. പ്രദേശത്ത് അടിപ്പാത നിർമ്മാണം നടക്കുന്നതിനാൽ 200 മീറ്റർ ദൂരം സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. ഈ ഭാഗത്ത് വലിയ കുഴി രൂപപ്പെട്ടതാണ് കുരുക്കിനിടയാക്കുന്നത്. മുടിക്കോട് മുതൽ ചെമ്പൂത്ര വരെയാണ് വാഹനങ്ങളുടെ നീണ്ട നിര പ്രത്യക്ഷപ്പെടുന്നത്. ദേശീയപാതയ്ക്ക് സ്ഥലം ഏറ്റെടുക്കുന്നതിന് മുമ്പ് കിണറുണ്ടായിരുന്ന സ്ഥലമായിരുന്നു ഇവിടം. വലിയ ഭാരവാഹനങ്ങളടക്കം പോകുന്നതുമൂലം കുഴിയുടെ വ്യാപ്തി വലുതായിരിക്കുകയാണ്. പ്രദേശത്ത് ഇരുചക്ര വാഹനങ്ങളടക്കം അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. ദിവസം നോക്കണോടെ അവരടുത്ത് കോറിയസ്റ്റ് അടിക്കാൻ ഇന്നലെ പറഞ്ഞു. അപ്പോൾ ഇന്നലെ ലേബർ ഇല്ലാത്ത കാരണം അവർ ഇന്നലെ ചെയ്യാൻ ഇന്ന് വരാമെന്ന് പറഞ്ഞു. ഇന്ന് 5 മിനിറ്റിനുള്ളിൽ വരാമെന്ന് പറഞ്ഞു. ഇതുവരെ സാധനങ്ങളെ ചെയ്തില്ലേ. കുറേ സ്കൂൾ പിള്ളേർ, ജോലിക്ക് പോകുന്നവർ, അതേപോലെ തന്നെ ഈ ആംബുലൻസ് സർവീസുകളൊക്കെ എല്ലാവരും ബ്ലോക്കിൽ പെട്ടെടുക്കുകയാണ്. ഒന്നാമത് ഇവിടെ ഈ സർവീസ് റോഡിന് വീതിയില്ല. ഈ ഹൈവേ ഏറ്റെടുത്ത സ്ഥലം ഏറ്റെടുക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി കൂടി വീതി ആയി സുഗമമായിട്ട് വണ്ടികൾക്ക് പോകാം. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കുഴി രൂപപ്പെട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ടും കുഴി അടയ്ക്കുവാനോ ടാറിംഗ് നടത്തുവാനോ കരാർ കമ്പനി അധികൃതർ ഇതുവരെയും തയ്യാറായിട്ടില്ല. നേരത്തെ മണ്ണുത്തി പാലക്കാട് ദേശീയപാതയിൽ കുതിരാനിലാണ് ഗതാഗതക്കുരുക്ക് ഉണ്ടാകാറെങ്കിൽ ഇപ്പോൾ മുടിക്കോടാണ് ഗതാഗതക്കുരുക്ക് രൂക്ഷമായിരിക്കുന്നത്. ഗതാഗതക്കുരുക്ക് മൂലം വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരാണ് ദുരിതത്തിലാകുന്നത്. ദേശീയപാതയിലെ കുഴികളടച്ച് ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ അധികൃതർ നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് TCV. സംസ്ഥാനത്ത് റേഷൻ വ്യാപാരികളുടെ കടയടപ്പ് സമരം ചൊവ്വാഴ്ചയും തുടരും. വ്യാപാരികളുടെ വേതനം പരിഷ്കരിക്കുക, ക്ഷേമനിധി പുതുക്കി നൽകുക തുടങ്ങിയ ആവശ്യങ്ങളാണ് വ്യാപാരികൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഭരണ പ്രതിപക്ഷ തൊഴിലാളി സംഘടനകൾ സംയുക്തമായാണ് സമരരംഗത്തുള്ളത്. സമരം ഒത്തുതീർപ്പാക്കാൻ സർക്കാർ ശ്രമിച്ചുവെങ്കിലും ചർച്ച പരാജയപ്പെടുകയായിരുന്നു. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്ന് വ്യാപാരികൾ അറിയിച്ചു. എറവിൽ കനത്ത മഴയിൽ റോഡിന് കുറുകെ വീണ തെങ്ങിൽ ബൈക്കിടിച്ച് ബൈക്ക് യാത്രക്കാരന് ഗുരുതര പരിക്ക്. അരിമ്പൂർ കൈപ്പള്ളി സ്വദേശി വലിയപുരയ്ക്കൽ വീട്ടിൽ നിജിനാണ് പരിക്കേറ്റത്. തൃശൂർ കാഞ്ഞാണി റൂട്ടിലെ സ്വകാര്യ ബസ്സിലെ ഡ്രൈവറാണ് നിജിൻ. രാവിലെ ജോലിക്ക് പോകുമ്പോഴാണ് അപകടം. തലയ്ക്ക് പരിക്കേറ്റ യുവാവിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നും വീണ തെങ്ങാണ് അപകടത്തിനിടയാക്കിയത്. പെരിഞ്ഞനത്ത് ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മധ്യവയസ്കൻ മരിച്ചു. പെരിഞ്ഞനം കുറ്റിലക്കടവ് സ്വദേശി കൊച്ചത്ത് വീട്ടിൽ 52 വയസ്സുള്ള മൈത്രജനാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം പെരിഞ്ഞനം പഞ്ചായത്തിന് സമീപത്തുണ്ടായ ബൈക്ക് അപകടത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ മൈത്രജൻ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. മോഷണക്കേസിലെ പ്രതിയെ ചെറുതുരുത്തി പോലീസ് പിടികൂടി. മണ്ണാർക്കാട് തെങ്കര പുഞ്ചക്കോട് തരശ്ശിൽ വീട്ടിൽ സുരേഷിനെയാണ് ചെറുതുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈറ്റ് ക്ലബ് ഹോട്ടലിൽ നിന്ന് 2000 രൂപയും മൊബൈൽ ഫോണും മോഷ്ടിച്ച കേസിലാണ് പ്രതി പിടിയിലായത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് മോഷണം നടന്നത്. പ്രതിയെ ഹോട്ടലിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. പ്രിൻസിപ്പൽ SI നിഖിൽ, SI സുഭാഷ്, CPOമാരായ നസീർ, ഷൈജു, ഹോംഗാർഡ് നാരായണൻകുട്ടി എന്നിവർ അടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. പാവറട്ടി സെന്റ് തോമസ് ഷോപ്പിംഗ് കോംപ്ലക്സിൽ വർഷങ്ങളായി വ്യാപാരം ചെയ്തുവരുന്ന വ്യാപാരികളെ കുടിയിറക്കുവാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തം. 130ഓളം വ്യാപാരികളാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. സെന്റ് തോമസ് ഷോപ്പിംഗ് കോംപ്ലക്സ് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധവുമായി വ്യാപാരികൾ സെന്റ് തോമസ് ആശ്രമം ഓഫീസിലെത്തിയത്. വർഷങ്ങളായി വ്യാപാരം ചെയ്തുവരുന്ന വ്യാപാരികളിൽ നിന്നും ഭീമമായ സംഖ്യ വാങ്ങിയാണ് മുറികൾ നൽകിയിട്ടുള്ളതെന്നും കാലാകാലങ്ങളിൽ കെട്ടിടോടമ നിർദ്ദേശിക്കുന്ന വാടകയും നൽകി വരുന്നുണ്ടെന്ന് വ്യാപാരികൾ പറയുന്നു. വ്യാപാരികളെ നിഷ്കരുണം തെരുവിലിറക്കാനാണ് കെട്ടിട ഉടമ ശ്രമിക്കുന്നതെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാവറട്ടി യൂണിറ്റ് പ്രസിഡന്റ് AJ വർഗീസ് പറഞ്ഞു. വ്യാപാരികൾ ഇവിടെ വളരെ ഭീമമായ സംഖ്യ നൽകിക്കൊണ്ടാണ് കരാറുകളിൽ ഏർപ്പെട്ടിട്ടുള്ളത്. ഇവർ പറയുന്ന വാടക ഇതുവരെയും നൽകിക്കൊണ്ട് ഇവിടെ വ്യാപാരം ചെയ്തു വരുന്നത്. വാടക വർദ്ധിപ്പിക്കണമെന്നുള്ള ആവശ്യം അനിയന്ത്രിതമായി പറഞ്ഞപ്പോൾ ഇന്നത്തെ അവസ്ഥയും പരിഗണിച്ച് വാടക വർദ്ധിപ്പിക്കാൻ വ്യാപാരികൾ തയ്യാറായിട്ടുണ്ട്. എന്നിട്ടും ഈ വ്യാപാരികളെയെല്ലാം തന്നെ ഇവിടുത്തെ ഭൂമാഫിയയ്ക്ക് വേണ്ടി ഭീമമായ സംഖ്യയ്ക്ക് തെരുവിൽ ഇറക്കാനുള്ള സംഘടിത ശ്രമം, ഇതിനെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇവിടുത്തെ വ്യാപാരികൾ ഇവിടെ യാചനാ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വ്യാപാരികളുടെ പ്രതിഷേധം ശക്തമായതോടെ പാവറട്ടി പോലീസ് സ്ഥലത്തെത്തി. ആശ്രമ ദേവാലയം അധികൃതരോടും വ്യാപാരികളോടും സംസാരിച്ച പോലീസ് പിന്നീട് വ്യാപാരികളോട് തൽക്കാലം പിരിഞ്ഞു പോകുവാൻ ആവശ്യപ്പെട്ടു. ചർച്ചകളിലൂടെ വാടക കെട്ടിട പ്രശ്നം എത്രയും വേഗം പരിഹരിക്കണമെന്ന് വ്യാപാരി വ്യവസായി സമിതി പ്രതിനിധി
AM വിൻസെന്റ് ആവശ്യപ്പെട്ടു. യാതൊരു കാരണവും കൂടാതെ വാടക വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് എതിരഭിപ്രായമില്ല. വാടക വർദ്ധിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അത് അതിൻ്റെ ഉത്തരവാദപ്പെട്ടവരെ അറിയിച്ചിട്ടുള്ളതും കൂടിയാണ്. പക്ഷേ അതിനൊന്നും ശരിയായ രീതിയിൽ ഒരു നടപടിയെടുക്കാതെ അവർ ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് വിറ്റ് അതിൻ്റെ ലാഭം ഉണ്ടാക്കുന്ന ഒരവസ്ഥയിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. പോലീസിന്റെ സാന്നിധ്യത്തിൽ അടുത്ത ദിവസം തന്നെ പ്രശ്നപരിഹാരത്തിനായി കെട്ടിട ഉടമയും വ്യാപാരി പ്രതിനിധികളുമായി ചർച്ച നടത്തും. ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളായ AJ വർഗീസ്, ബാബു ആന്റണി, EV വിനോദ്, AM വിൻസെന്റ്, PI റാഫേൽ, TI ജോൺസൺ, VJ തോമസ്, ഷഹീർ മഹിമ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. TCV പാവറട്ടി. കോൺഗ്രസ് ഭരിക്കുന്ന ചേർപ്പ് പഞ്ചായത്ത് ഭോജനശാലയുടെ പുനർനിർമ്മാണ പ്രവൃത്തികൾ കോൺഗ്രസ് നേതാക്കൾ തടഞ്ഞു. പിന്നീട് LDF അംഗങ്ങളുടെ സംരക്ഷണയിൽ ഭോജനശാലയുടെ നിർമ്മാണ പ്രവൃത്തികൾ പുനരാരംഭിച്ചു. വർഷങ്ങൾക്ക് മുൻപ് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ നവീകരണ നിർമ്മാണ പ്രവർത്തനം നടത്തിയതിൽ ചോർച്ചയടക്കം തകരാറുകൾ സംഭവിച്ചതിനെ തുടർന്ന് ഹാൾ അടഞ്ഞുകിടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതേ കരാറുകാരനെ തന്നെ ഭോജനശാലയുടെ അറ്റകുറ്റപ്പണികൾ നടത്താൻ ഏൽപ്പിച്ചതിൽ പ്രതിഷേധിച്ചാണ് മുൻ KPCC ട്രഷറർ KK കൊച്ചുമുഹമ്മദ്, മുൻ ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് MK അബ്ദുൽ സലാം എന്നിവരുടെ നേതൃത്വത്തിൽ നേതാക്കളെത്തി നിർമ്മാണ പ്രവൃത്തികൾ തടഞ്ഞത്. ഭോജനശാലയുടെ തറയിൽ പതിച്ചിട്ടുള്ള പൊട്ടിയ ടൈലുകളുടെയും മറ്റും അറ്റകുറ്റപ്പണികളാണ് നടത്താനുള്ളത്. എന്നാൽ തറയിലെ മുഴുവൻ ടൈലുകളും മാറ്റാനുള്ള പഞ്ചായത്ത് നടപടി പണം ദുർവിനിയോഗം ചെയ്യലാണെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. പാചക ഭോജനശാലയിലെ അറ്റകുറ്റപ്പണികൾ നടത്തുന്ന അതേ കരാറുകാരൻ തന്നെയാണ് ചേർപ്പ് പഞ്ചായത്തിന്റെ കമ്മ്യൂണിറ്റി ഹാളിന്റെ അറ്റകുറ്റപ്പണികൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയത്. ആ പണി നടത്തിയതിന്റെ വീഴ്ച കാരണം കഴിഞ്ഞ 4 വർഷക്കാലമായി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ അടച്ചിട്ടിരിക്കുകയാണ്. അതാർക്കും തന്നെ തുറന്നു കൊടുക്കുന്നില്ല. അത് ഗുണമേന്മ ഉറപ്പാക്കണം എന്ന വിഷയത്തെ സംബന്ധിച്ചിടത്തോളം UDFന് തുറന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. കോൺഗ്രസ് നേതാക്കൾ പണി തടയാൻ എത്തിയിട്ടും പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ പ്രതികരിക്കാത്തതിനെ തുടർന്ന് ഭോജനശാലയിലെത്തിയ LDF പഞ്ചായത്ത് അംഗങ്ങളായ KB പ്രജിത്ത്, അനിത അനിലൻ, PC പ്രഹ്ലാദൻ, നസീജ മുത്തലീഫ്, സുനിത ജിനു എന്നിവർ കരാറുകാരന്റെ പണിക്കാർക്ക് സംരക്ഷണം നൽകി അറ്റകുറ്റപ്പണികൾ പുനരാരംഭിച്ചു. കരാറുകാരന് യാതൊരു പ്രശ്നവും പണി നടത്താനെന്നാണ് പറഞ്ഞത്. നാളെ വേണമെങ്കിൽ നാളെ പണി നടത്താമെന്നാണ് കരാറുകാരൻ പറഞ്ഞത്. ഇവിടുത്തെ ഈ കോൺഗ്രസിന്റെ പഞ്ചായത്ത് ഭരണസമിതിയും ഇവിടുത്തെ കുറെ കോൺഗ്രസ് നേതാക്കളും കൂടി ചേർന്നാണ് ഈ പണി തടയാനായിട്ട് നിൽക്കുന്നതാണ് ഞങ്ങളുടെ ഇടതുപക്ഷ അംഗങ്ങളുടെ അഭിപ്രായം. എന്നാൽ ഈ നാട്ടിലെ പാവപ്പെട്ട സാധാരണക്കാരുടെ ആശ്രയമായ ഈ പാചക ഭോജനശാലയുടെ അറ്റകുറ്റപ്പണികൾ മുഴുവൻ തീർത്തുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഇത് തുറന്നു കൊടുക്കണമെന്ന ആവശ്യമായിട്ടാണ് ഞങ്ങളുടെ ഇടതുപക്ഷത്തിന്റെ മെമ്പർമാർ ഇവിടെ നിൽക്കുന്നത്. സാധാരണക്കാരായ ജനങ്ങളുടെ വിവാഹം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് നൽകിയിരുന്ന പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ ശോചനീയാവസ്ഥയെ തുടർന്ന് വർഷങ്ങളായി ഉപയോഗിക്കാൻ പറ്റാതെ അടഞ്ഞുകിടക്കുകയാണ്. പഞ്ചായത്ത് ഭോജനശാലയാണ് വിവിധ ആവശ്യങ്ങൾക്കായി നിലവിൽ ഉപയോഗിക്കുന്നത്. 6 ലക്ഷത്തോളം രൂപ നവീകരണ പ്രവൃത്തികൾക്ക് വകയിരുത്തിയിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കാലതാമസമുണ്ടാവുകയായിരുന്നു. ഇതിനെതിരെ കഴിഞ്ഞ ഭരണസമിതി യോഗത്തിൽ LDF അംഗങ്ങൾ പ്രതിഷേധിച്ചിരുന്നു. TCV ന്യൂസ്, ചേർപ്പ്. തകർന്ന ഇരിങ്ങാലക്കുട ബൈപ്പാസ് റോഡിൽ അപകടങ്ങൾ തുടർക്കഥ. ബൈപ്പാസ് റോഡിലെ കുഴിയിൽ വീണ് യുവാവിന് ഗുരുതര പരിക്ക്. ഇരിങ്ങാലക്കുട നഗരത്തിന്റെ ഗതാഗതക്കുരുക്കിന് പരിഹാരമായി നിർമ്മിച്ച ബൈപ്പാസ് റോഡിൽ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രി ജോലി കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന കുരുമ്പിശ്ശേരി സ്വദേശി ഐനിക്കൽ വീട്ടിൽ മഹേഷ് സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ കുഴിയിൽ വീണ് നിയന്ത്രണം വിട്ട് മറിയുകയും മഹേഷിന് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു. ഇയാൾ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ബൈപ്പാസ് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ച് 10 വർഷം പിന്നിട്ടിട്ടും റോഡിന്റെ പല ഭാഗങ്ങളും പൊട്ടിപ്പൊളിഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാത്ത അവസ്ഥയാണ്. ഇരുവശങ്ങളിലും കാന നിർമ്മിക്കുകയോ നടപ്പാതകൾ ഒരുക്കുകയോ ചെയ്തിട്ടില്ല. നഗരസഭ ഇവിടെ സ്ഥാപിച്ചിരുന്ന സോളാർ വഴിവിളക്കുകൾ സാമൂഹിക വിരുദ്ധർ മോഷ്ടിച്ചു. പിന്നീട് സ്ഥാപിച്ച വഴിവിളക്കുകൾ പേരിന് മാത്രം പ്രകാശിക്കുന്നതിനാൽ പല ഭാഗങ്ങളും രാത്രിയിൽ ഇരുട്ടിലാണ്. ഇതോടെ കക്കൂസ് മാലിന്യം ഉൾപ്പെടെ ഇവിടെ തള്ളുന്നതും പതിവാണ്. മഴ പെയ്താൽ റോഡിലെ കുഴിയുടെ ആഴമറിയാതെ പല വാഹനങ്ങളും അപകടത്തിൽപ്പെടുന്നത് പതിവായി. ബൈപ്പാസ് ആരംഭിക്കുന്ന തൃശൂർ റോഡ് മുതൽ ആദ്യ ജംഗ്ഷൻ വരെയുള്ള ഒരു വശത്ത് കാന നിർമ്മിച്ച് ഇതിനു മുകളിൽ ടൈൽ വിരിച്ച് നടപ്പാത ഒരുക്കിയെങ്കിലും കാനയുടെ ഉയര വ്യത്യാസം റോഡിലെ വെള്ളക്കെട്ടിന് കാരണമാകുന്നുണ്ട്. ഗതാഗതക്കുരുക്ക് രൂക്ഷമായ ഠാണ ബസ് സ്റ്റാൻഡ് റോഡിലെ തിരക്കിൽപ്പെടാതെ കാട്ടൂർ, ചെമ്മണ്ട, കിഴുത്താണി, പൊറുത്തിശ്ശേരി ഭാഗങ്ങളിലേക്ക് എളുപ്പമെത്താൻ വാഹനയാത്രികർ ആശ്രയിക്കുന്ന ബൈപ്പാസ് റോഡിലെ അപകടക്കുഴികൾ നികത്താൻ ടാറിംഗ് നടത്തുകയോ ടൈൽ വിരിച്ച് ഉയരം കൂട്ടുകയോ ചെയ്യണമെന്നാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആവശ്യം. TCV ഇരിങ്ങാലക്കുട. ദേവൂട്ടിക്ക് വിങ്കടങ്ങ് ഗ്രാമത്തിന്റെ കണ്ണീർ പ്രണാമം. കളിക്കുന്നതിനിടെ സ്വകാര്യ വ്യക്തിയുടെ മതിൽ തകർന്നുണ്ടായ അപകടത്തിലാണ് കഴിഞ്ഞ ദിവസം ദേവൂട്ടി മരിച്ചത്.
എപ്പോഴും ചുറുചുറുക്കോടെ ഓടി നടന്നിരുന്ന മിടുക്കിയായിരുന്നു വീട്ടുകാരും നാട്ടുകാരും കൂട്ടുകാരും ദേവൂട്ടി എന്ന് വിളിക്കുന്ന മാമ്പ്ര തൊട്ടിപ്പറമ്പിൽ മഹേഷ് കാർത്തികേയന്റെ മകൾ ദേവീഭദ്ര. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം തിങ്കളാഴ്ച ഉച്ചയോടെ ദേവീഭദ്രയുടെ മൃതശരീരം വീട്ടുമുറ്റത്തെത്തിയപ്പോൾ അവസാനമായി ഒരു നോക്ക് കാണാനും അന്ത്യാഞ്ജലി അർപ്പിക്കാനുമായി സഹപാഠികളും അധ്യാപകരും ഗ്രാമവാസികളും ഒഴുകിയെത്തി. സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങളിലും മുൻപന്തിയിലായിരുന്നു 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ദേവൂട്ടിയെന്ന് ശങ്കരനാരായണ ALP സ്കൂളിലെ അധ്യാപികമാർ പറഞ്ഞു. പരിസ്ഥിതി ദിനാചരണത്തിലും വായനാവാരത്തോടനുബന്ധിച്ചു നടന്ന പരിപാടികളിലും വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണത്തിലും താരമായിരുന്നു ദേവീഭദ്ര. സഹോദരൻ കാശിനാഥൻ ഇതേ സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരുമടക്കം നിരവധി പേർ അന്ത്യോപചാരം അർപ്പിക്കാൻ വീട്ടിലെത്തിയിരുന്നു. TCV ന്യൂസ്, പാവറട്ടി. പുരിങ്ങൽകുത്ത് മുക്കുംപുഴയിൽ പ്രസവത്തിനിടെ ആദിവാസി യുവതിയുടെ കുഞ്ഞു മരിച്ചു. അവശനിലയിലായ യുവതി മിനിയെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയപ്പോൾ പുരിങ്ങൽകുത്ത് ഡാം റിസർവോയറിൽ മറുകരയിൽ പെരടി എന്ന സ്ഥലത്തായിരുന്നു പ്രസവം. കുട്ടി മരിച്ചെന്ന് ബോധ്യപ്പെട്ടതോടെ മിനിയും ബന്ധുക്കളും ചേർന്ന് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ സംസ്കാരം നടത്തി. അതിരപ്പള്ളിയിൽ നിന്നും ആരോഗ്യ പ്രവർത്തകർ റിസർവോയറിലൂടെ പോയാണ് യുവതിയെ ആശുപത്രിയിലെത്തിച്ചത്. ആൽത്തറയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന ആളുടെ സമീപത്തുകൂടി പാമ്പ് ഇഴഞ്ഞു പോകുന്ന ദൃശ്യം സമൂഹമാധ്യമങ്ങളിൽ വൈറലായി. ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലുള്ള ആൽത്തറയിലായിരുന്നു സംഭവം. പകൽ മയക്കത്തിലായിരുന്നയാളെ മുട്ടിയുരുമിക്കൊണ്ടാണ് പാമ്പ് ഇഴഞ്ഞു കയറിയത്. ഉറങ്ങുകയായിരുന്ന ആൾ ബഹളം കേട്ട് ഉണർന്നതോടെ പാമ്പും പരിഭ്രമിച്ചു. ആൽത്തറയിലെ മാളത്തിൽ പാമ്പ് ഒളിച്ചതോടെ പരിഭ്രാന്തി ഒഴിഞ്ഞു. വിഷപ്പാമ്പ് അല്ലാതായിരുന്നതിനാൽ അപകടമൊഴിവായി. പ്രചരണവും വോട്ടെടുപ്പുമെല്ലാമായി ഒരു LP സ്കൂൾ ലീഡർ തെരഞ്ഞെടുപ്പ്. തൃശൂർ തിരൂർ സെന്റ് തോമസ് സ്കൂളിലെ തെരഞ്ഞെടുപ്പ് ഉത്സവം വ്യത്യസ്തവും ശ്രദ്ധേയവുമായി. LP സ്കൂളും ലീഡർ തെരഞ്ഞെടുപ്പുമാണെന്ന് കരുതി സംഗതി അത്ര ചെറുതായി കാണരുത്. 4ാം ക്ലാസ്സിൽ നിന്നും 8 സ്ഥാനാർത്ഥികൾ, 3-4 ക്ലാസ്സുകളിലെ 300 കുട്ടി വോട്ടർമാർ, നാമനിർദ്ദേശ പത്രികാ സമർപ്പണം, മത്സരച്ചൂട് ആവോളം നിറച്ച് 2 ആഴ്ചയോളം നീണ്ടുനിന്ന വാശിയേറിയ പ്രചരണം, ഒടുവിൽ വോട്ടെടുപ്പ്, വോട്ടെണ്ണൽ. അതും പോളിംഗ് ബൂത്തുകളും പോളിംഗ് ഓഫീസറും കൗണ്ടിംഗ് സെന്ററുമെല്ലാം സജ്ജമാക്കി തന്നെ. തെരഞ്ഞെടുപ്പിന്റെ സുഗമമായ നടത്തിപ്പിനും സുരക്ഷയ്ക്കായും പോലീസുകാരെ വരെ നിയോഗിച്ചായിരുന്നു ഇലക്ഷൻ. ഈ ജോലികളെല്ലാം നിർവഹിച്ചത് കുട്ടികൾ തന്നെയായിരുന്നു എന്നതാണ് ഏറെ കൗതുകകരം. പാർലമെന്റ് രീതിയിൽ നടന്ന സ്കൂൾ ലീഡർ തെരഞ്ഞെടുപ്പിൽ വോട്ടേഴ്സ് ഐഡിയുമായി എത്തി വരി നിന്ന് അനുവദിച്ച 1.5 മണിക്കൂർ സമയം കൊണ്ട് തന്നെ കുട്ടി വോട്ടർമാരെല്ലാവരും തങ്ങളുടെ സമ്മതിദാനാവകാശം വിരലിൽ മഷി പുരട്ടി തന്നെ വിനിയോഗിച്ചു. ഇതോടെ പോളിംഗ് 100% കൈവരിച്ചു. ആകാംക്ഷയ്ക്ക് വിരാമമിട്ട് സ്കൂൾ അസംബ്ലിയിൽ ഫലപ്രഖ്യാപനവും എത്തി. ആവേശപ്പോരിൽ 4Aയിലെ സ്വാത്വിക് കൃഷ്ണ വിക്ക് 75 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മിന്നും വിജയം. തെരഞ്ഞെടുപ്പിൽ 8 മത്സരാർത്ഥികളുണ്ടായിരുന്നു. അതിൽ 75 വോട്ടോട് കൂടിയിട്ട് സ്വാത്വിക് കൃഷ്ണ വി ഫസ്റ്റ് പ്രൈസ്. അനുമോദനങ്ങൾ ഏറ്റുവാങ്ങി അസംബ്ലിയിൽ വെച്ച് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയുമേറ്റു. സ്കൂൾ ലീഡർ എന്ന നിലയിൽ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ ദൗത്യങ്ങളും ആത്മാർത്ഥതയോടും സത്യസന്ധതയോടും കൂടി നിർവഹിച്ചു കൊള്ളാമെന്നും സ്കൂൾ നിയമങ്ങൾ അനുസരിച്ചു കൊള്ളാമെന്നും സ്കൂളിൻ്റെയും എൻ്റെ സഹപാഠികളുടെയും പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊള്ളാമെന്നും ദൈവം സാക്ഷിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. 8 മത്സരാർത്ഥികൾ ഉണ്ടായിരുന്ന ഈ ഇലക്ഷൻ നടപടികൾ വേറിട്ട ഒരു അനുഭവമായിരുന്നു എനിക്ക്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുള്ള ഒരു ഇലക്ഷനായിരുന്ന ഒരു ത്രില്ല് കൂടി ഉണ്ടായിരുന്നു. സ്കൂളിനും കൂട്ടുകാർക്കും വേണ്ടി ഞാൻ നന്മകൾ ചെയ്യുമെന്ന് ഇത്തരുണത്തിൽ ഞാൻ പ്രകാശിപ്പിക്കുന്നു. ജനാധിപത്യത്തിലെ പരമപ്രധാനമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്കൂൾ ലീഡർ തെരഞ്ഞെടുപ്പ് ഇത്തരത്തിൽ നടത്തിയത്. ജനാധിപത്യ വ്യവസ്ഥയുടെ മുഖ്യ ഘടകമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി തിരൂർ സെന്റ് തോമസ് LP സ്കൂളിലും സ്കൂൾ ലീഡർ തെരഞ്ഞെടുപ്പ് നടത്തുകയുണ്ടായി. സ്കൂൾ പ്രധാന അധ്യാപിക MB മേഴ്സി, ഫസ്റ്റ് അസിസ്റ്റന്റ് PJ മോളി, അധ്യാപകരായ നൈസി മാത്യു, TF ഷിൻസി, VT ഷാനി, ജെസി മാണി എന്നിവർ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾക്ക് നേതൃത്വം നൽകി. കണ്ടും കേട്ടും മാത്രം പരിചയമുള്ള തെരഞ്ഞെടുപ്പ് ഉത്സവത്തിന്റെ ഭാഗമാവാൻ കഴിഞ്ഞതിലെ സന്തോഷത്തിലും അഭിമാനത്തിലുമാണ് സ്കൂളിലെ ഓരോ കുട്ടി വോട്ടർമാരും. TCV തൃശൂർ.
മടക്കത്തറ പഞ്ചായത്തിൽ കാട്ടാനശല്യം രൂക്ഷമായതിനെ തുടർന്ന് വനം വകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ, റവന്യൂ മന്ത്രി കെ. രാജൻ എന്നിവരുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. കാട്ടാനക്കൂട്ടം കൃഷി നശിപ്പിച്ച സ്ഥലങ്ങൾ വനം വകുപ്പ് ഉന്നതതല സംഘം സന്ദർശിക്കും. കാട്ടാനശല്യം തടയാൻ പ്രദേശത്ത് ഫെൻസിംഗ് സ്ഥാപിക്കുവാൻ നടപടിയെടുക്കുവാനും യോഗത്തിൽ തീരുമാനമായി. കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ പ്രദേശത്ത് കാട്ടാനക്കൂട്ടം വ്യാപകമായി തെങ്ങ്, വാഴ കൃഷികൾ നശിപ്പിച്ചിരുന്നു. വനം വകുപ്പ് ഉദ്യോഗസ്ഥരായ ജയപ്രസാദ്, പ്രമോദ് കൃഷ്ണൻ, മടക്കത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാ മോഹനൻ, വൈസ് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ. പി. പ്രശാന്ത്, വാർഡ് മെമ്പർ ജെമി ജോർജ് തുടങ്ങിയവർ മന്ത്രിമാരുമായി നടത്തിയ ചർച്ചയിൽ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണ-വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6725 രൂപ, പവന് 53,800 രൂപ. വെള്ളി ഗ്രാമിന് 99 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3715 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. കോർപ്പറേഷൻ മേയറുടെ നിരന്തരമായ സുരേഷ് ഗോപി പ്രശംസയിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി CPI. മേയർ എം.കെ. വർഗീസ് സ്ഥാനം ഒഴിയണമെന്ന് CPI ജില്ലാ സെക്രട്ടറി കെ. വത്സരാജ്. മേയർക്ക് പ്രതിരോധം തീർത്ത് CPM ജില്ലാ സെക്രട്ടറി M.M. വർഗീസ്. പോലീസിന് ഗുണ്ടാ നേതാവിന്റെ ഭീഷണി. സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസും തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനും ബോംബ് വെച്ച് തകർക്കുമെന്നാണ് ഫോണിൽ ഭീഷണി സന്ദേശം വന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഗുണ്ടാ നേതാവ് തീക്കാറ്റ് സാജിനെതിരെ പോലീസ് കേസെടുത്തു. പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. തൃശൂർ ശക്തൻ ബസ് സ്റ്റാൻഡ് ഇരുട്ടിൽ നടപടി സ്വീകരിക്കാതെ അധികൃതർ. സ്റ്റാൻഡ് ബഹിഷ്കരണം അടക്കമുള്ള സമരപരിപാടികൾക്കൊരുങ്ങി ബസ് ഉടമകളും തൊഴിലാളികളും. കുന്നുകുളം പഴുതാനയിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ ഡ്രൈവർക്ക് ക്രൂരമർദ്ദനം. ഡ്രൈവർ ദിബീഷിനാണ് മർദ്ദനത്തിൽ പരിക്കേറ്റത്. ബൈക്കിലെത്തിയ സംഘമാണ് ബസ് തടഞ്ഞു നിർത്തി ഡ്രൈവറെ മർദ്ദിച്ചത്. കൊരട്ടിച്ചിറങ്ങരയിൽ വീട് കുത്തി തുറന്ന കവർച്ച. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 35 പവന്റെ സ്വർണ്ണാഭരണങ്ങളും 8,000 രൂപയും കവർന്നു. കൊടുങ്ങല്ലൂർ കോതപറമ്പിൽ അടച്ചിട്ട വീട് കുത്തി തുറന്ന മോഷണം. കരുവന്നൂർ കള്ളപ്പണ കേസിലെ രേഖകൾ ക്രൈംബ്രാഞ്ചിന് നൽകാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നിർദ്ദേശം നൽകി ഹൈക്കോടതി. ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടരുന്നതിനിടെയാണ് രേഖകൾ ED കസ്റ്റഡിയിലെടുത്തത്. ദേശീയപാത മണ്ണുത്തി മുടിക്കൂട് ഗതാഗതക്കുരുക്ക് പതിവാകുന്നു. സർവീസ് റോഡിലെ കുഴി അടയ്ക്കാത്തതാണ് ഗതാഗതക്കുരുക്കിനിടയാക്കുന്നത്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.